എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പാലക്കാട്ടത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുളക് വറുത്തപ്പുളി എന്ന് പറഞ്ഞൊരു ഡിഷാണ്. അതുണ്ടാക്കുന്നതും ഒരു പാലക്കാട്ടുകാരനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇത് വെളിച്ചെണ്ണ ഉണ്ടോ, ചീഞ്ചട്ടി നല്ലോണം ചൂടാവണം. ചൂടായതിന് ശേഷം കുറച്ച് കടുകിടണം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഓക്കെ. ലേശം ഒന്ന് താത്തിരിക്കുക. 2 മണി ഉലുവ ഇടുക. ഉലുവ ഒരുപാട് കഷ്ണം. അതിനുശേഷം പച്ചമുളക് ഇടുക, കറിവേപ്പില, ഇഞ്ചി ഇടുക, ചെറിയ ഉള്ളി ഇടുക. ഓക്കെ, കടുക് വറ. ഇത് നല്ലോണം ഡീപ് ഫ്രൈ ആവണം. ഇതിന്റെ കോമ്പിനേഷൻ എന്താ? പാലക്കാട് നങ്കിമീൻ എന്ന് പറയും, അതായത് ഉണക്ക മാന്തൽ. അതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇവിടെ നങ്കിമീൻ ഇല്ല. രാമായണ മാസം ആയതുകൊണ്ട് നമ്മള് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയില് ഡീപ് ഫ്രൈ. ഈ വളർത്തുന്ന പുളിയുടെ കൂടെ പാലക്കാട് പറയുന്ന വളർത്ത പുളിയാണ്. ഇത് പാലക്കാട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ, നാട്ടിൻപുറത്തുള്ളവർക്ക്. ഓക്കെ, തൃശ്ശൂര്, എറണാകുളം ആ സൈഡ് പോയാൽ ഇവര് പുളിവെള്ളം എന്ന് പറയും. പക്ഷെ ഇതല്ല ആക്ച്വലി പുളിവെള്ളം ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്റെ വീട്ടിലെ ഞാനത് ഉണ്ടാക്കി കൊടുത്തപ്പോ അവർക്കൊന്നും ഇഷ്ടമായില്ല. അവര് വെറും ഇതെന്താ ഒരു പുളിവെള്ളം മാതിരി ഇരിക്കണല്ലോ പറഞ്ഞു. അത് ഉണ്ടാക്കുന്നത് കുറച്ച് നല്ലോണം. ഇത് വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കില്ലേ? വേണമെങ്കിൽ ഇതിലൊരു വെണ്ടയ്ക്ക ഉണ്ടാവും, വേണമെങ്കിൽ ഒരു പീസ് വെണ്ടയ്ക്ക ഉണ്ടാവും. ഒരൊറ്റ പീസ് കിട്ടിയാൽ മതി. ചെറുതാക്കി ഒരു വെണ്ടയ്ക്ക ഇട്ടാൽ മതി. ജസ്റ്റ് ഒരു ഫ്രൈ ആവണം, അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം കിട്ടും. നല്ലോണം ഡീപ് ഫ്രൈ ആവണം. കുറച്ച് നല്ലോണം അങ്ങനെ ഒരു ബ്രൗൺ കളർ വരും. ഒരുപാട് കരിയാനും പാടില്ല. ഉള്ളി ഒരു മൂപ്പാവുന്ന മതി. ആക്ച്വലി ഭയങ്കര ടേസ്റ്റാണ്. പാലക്കാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം. മഴക്കാല സമയത്ത് ഇവിടെ ഒരു ഉണ്ടമുളക് കിട്ടും. ഉണ്ടമുളക് അത് ഭയങ്കര ഫേമസ് ആണ്. അത് ഉണ്ടമുളക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതിനകത്ത് ചെറിയ പുളിയൊക്കെ വെച്ചിട്ട് വേവിക്കും വെളിച്ചെണ്ണ. പ്രത്യേക രുചിയാണ് അതിൻ്റെ മുളക് ബജ്ജി. പാലക്കാട് ഹരിഹരപുത്രയിൽ മാത്രമേ കിട്ടുള്ളൂ. സീസണൽ ബജ്ജി. ഈ ഒരു ഫ്രൈ ഇങ്ങനെ ബ്രൗൺ കളർ വരണോ, ആ ഇതിലാവുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടില്ല. മഞ്ഞപ്പൊടി ഇടാൻ വേണം. ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇടുക. പലരും മഞ്ഞപ്പൊടി ഇടാതെ വെക്കുന്നുണ്ട്, വെണ്ടയ്ക്ക് ഇടാതെയും വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലേശം ഒരു നുള്ളിട്ടാൽ മതി, ഇത്രേ വേണ്ടൂ. ഒരു 1/4 ടീസ്പൂൺ. അത് നമ്മുടെ ഒരു വാളംപുളി, അതായത് സാധാരണ പുളി, സാമ്പാർ പുളി. പാലക്കാട് വാളംപുളി എന്നാണ് പറയാ. പുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ആ പുളി എന്താ പറയാ, അങ്ങനെ പുളി തൊണ്ടോടെ ഇടണം. പുളി പിഴിഞ്ഞൊഴിക്കൊന്നും വേണ്ട. അതങ്ങനെ ആ പുളിയുടെ നാരും ചിലപ്പോൾ 2 പുളുങ്കുരും ഒക്കെ ഉണ്ടാവും. അതങ്ങനെ ഒഴിക്കാം. ചിലവരത് എടുക്കും. കുറച്ച് പുളി അധികം വേണ്ടെന്നുള്ളവർക്ക്. അപ്പൊ ഇത് പുളി ഇത്തിരി കൂടിയിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചാൽ പോരായിരുന്നോ? അതൊരു ടേസ്റ്റ് കിട്ടില്ല. അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. അപ്പൊ ഈ പുളിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ 2-3 പേർക്കുള്ള പുളി ഉണ്ട്. ഓക്കെ, 1 സ്പൂൺ ഇടാം. നല്ലോണം അങ്ങനെ ഇളക്കുക. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിൽ വയ്ക്കുക.
ഒന്നിങ്ങനെ ചെറിയ തീയിൽ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. റെഡി? അതിങ്ങനെ ചെറിയ തീയിൽ വെക്കുമ്പോൾ അതിങ്ങനെ തിളയ്ക്കും. ആയോ? ഈ തിള വരണം. ഈ തിള വന്നതിന് ശേഷം അങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. കായൊന്നും ഇടണ്ട. കായം വേണ്ട, കായ ഇടാറില്ല. ശരി, അപ്പോൾ മുളക് വറുത്തപ്പുളി റെഡി ആയില്ലേ? ഇങ്ങനെ തിളയ്ക്കണം. എന്നിട്ട് ഓഫ് ചെയ്യാൻ പോകും കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഒരു അടച്ചു വെച്ചോളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെടുത്ത് കഴിക്കാം. അടച്ചു വെക്കണം ഒരു 10 മിനിറ്റ്. അതായിരിക്കും അതിൻ്റെ ഗുഡ്നെസ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ കഴിച്ചു നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.